തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. നന്നമ്പ്ര പഞ്ചായത്ത് സമഗ്ര കുടിവെള്ള പദ്ധതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ച നന്നമ്പ്ര പഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. PMST കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. താനൂർ ഏരിയ കമ്മിറ്റി അംഗം KT ശശി സമരം ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള പദ്ധതി വേഗത്തിലാക്കുവാനോ തകർന്ന റോഡുകൾ നന്നാക്കുവാനോ പഞ്ചായത്തോ MLAയോ ഇടപെട്ടില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതേ പദ്ധതി മറ്റു പഞ്ചായത്തുകളിൽ നന്നായി നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ഭരണപരാജയം സർക്കാരിൻ്റെ മേൽ ആരോപിച്ച് രക്ഷപ്പെടാനാണ് പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. എല്ലാ സംവിധാനങ്ങളും കൂടിച്ചേരുമ്പോഴാണ് ഓരോ പ്രദേശത്തിൻ്റെയും വികസനമുണ്ടാകുക. എല്ലാ സംവിധാനങ്ങളും യാതൊരു തരത്തിലേക്കുള്ള രാഷ്ട്രീയ വിവേചനവുമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ പ്രദേശത്ത് വികസന പ്രവർത്തനം ഉണ്ടാകുക, ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാകുക. നിങ്ങൾ ചെയ്യുന്നത് ഈ കേരള സംസ്ഥാനത്തിനകത്ത് വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധിപ്പെടരുത്. അങ്ങനെ വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധിപ്പെട്ടാൽ നിങ്ങളുടെ സ്വകാര്യ വിദ്യാലയങ്ങളുടെ കച്ചവടം നടക്കില്ല. ഇവിടുത്തെ ആരോഗ്യ മേഖല അഭിവൃദ്ധിപ്പെടരുത്. ആരോഗ്യ മേഖല അഭിവൃദ്ധിപ്പെട്ടാൽ നിങ്ങൾക്ക് പങ്കാളിത്തമുള്ള ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ അടച്ചുപൂട്ടേണ്ടതായി വരും. ഇവിടെ പാവപ്പെട്ട മനുഷ്യന് പെൻഷൻ കൊടുക്കരുത്. കേന്ദ്ര ഗവൺമെന്റ് 2021 മുതലുള്ള കുടിശ്ശിക നിൽക്കുകയാണ്. അത് മേടിച്ചെടുക്കുന്നതിന് ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന MP-മാർ ഏതെങ്കിലും ഒരു അഭിപ്രായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? പാവപ്പെട്ട മനുഷ്യന് ഇപ്പൊ പെൻഷൻ വരുന്നത് 1100, 1300, 300, 600 ഒക്കെ ആയിട്ടാ. എന്താ കാരണം? 82 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട പെൻഷൻകാർക്ക് 5,62,000 വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം കൊടുക്കുന്നില്ല. ആ 5,62,000 പേർക്കാണ് പെൻഷൻ വാങ്ങുന്ന സമയത്ത് ഈ കുറവ് വരുന്നത്. അത് പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട MLAക്ക് ഗവർണറുടെ ഓഫീസിന്റെ മുന്നിൽ ഒരു 10 മിനിറ്റ് നേരം ധർണയിരിക്കാൻ കഴിയുമോ? 19 പേരുണ്ടല്ലോ UDFന്റെ ആളുകൾ. 4,500 കോടിയാണ് കൂട്ടരെ ഈ ജലജീവൻ മിഷന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് ഈ കേരളത്തിന് കൊടുക്കാനുള്ളത്. ഒരു വാക്ക് പറയുമോ? നിങ്ങൾ ഒരു വാക്ക് പറയുമോ? ലോക്കൽ സെക്രട്ടറി K ഗോപാലൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം PP ഷാഹുൽ ഹമീദ, KP തങ്ങൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അല്ലെങ്കിൽ MLA എവിടെയായിരുന്നു ഇത്രയും കാലം? MLA എവിടെയായിരുന്നു? ശശേഖരൻ ചോദിച്ചതുപോലെ തന്നെ നിയമസഭക്കകത്ത് ഈ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ MLAക്ക് കഴിഞ്ഞിട്ടില്ല. ആ നിയമസഭയിൽ ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ജലവകുപ്പ് മന്ത്രിയോടും ചോദിക്കേണ്ട ചോദ്യം ഇപ്പൊ MLAയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ നടത്താം. അതിന്റെ ഒരു ഗുഡൻസിന് മനസ്സിലായിക്കേ. ഇവിടുത്തെ മെമ്പർമാർ ഇപ്പൊ മലപ്പുറത്ത് പോയിട്ടുണ്ട്. പിന്നെ UDFന്റെ മെമ്പർമാരും അതുപോലെ തന്നെ മറ്റു മെമ്പർമാരൊക്കെ ഞാനൊക്കെ മെമ്പർമാര് പോയിട്ടുണ്ട്. അത് ബോർഡെടുത്ത് തീരുമാനിച്ച എന്താണ് ഇതിന്റെ കാലതാമസം സൃഷ്ടിക്കുന്നത്, ആ കാലതാമസം സൃഷ്ടിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ എന്താണ്? അപ്പൊ ഇവര് പറയുന്ന അറിയോ? സംസ്ഥാന സർക്കാർ ഫണ്ട് കൊടുക്കാത്താണെന്ന്. കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ പദ്ധതി വീതം വരെ പിന്നെ 70% പദ്ധതി വിധേയമാണ് ഇവിടെ നടപ്പിലാക്കാനുള്ളത്. ഏതെങ്കിലും പഞ്ചായത്തിലുണ്ടാവോ?
70%, നടത്തിയത് 30%. അപ്പൊ നമ്മളിവിടെ ചോദിക്കുമ്പോ പ്രസിഡന്റിനോടും ഇവരോടൊക്കെ ചോദിക്കുമ്പോ പറഞ്ഞത് വെച്ചാല് സർക്കാർ പൈസ തരണ്ടേ, സർക്കാർ പൈസ തരണ്ടേന്നാണ്. അതിനേക്കാൾ വലിയ രസം എന്താ വെച്ചാല് ഈ മലപ്പുറം ജില്ലയിലെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകള്, UDF ഭരിക്കുന്ന പഞ്ചായത്തുകള് വലിയ വെണ്ടക്ക അക്ഷരത്തിൽ ഇവരെന്നെ ഈ പറയുന്ന ആളുകൾ തന്നെ മെമ്പർമാരെ ഗ്രൂപ്പിൽ നിന്ന് കണ്ട് 98% പിന്നെ പദ്ധതി വീതം ചെലവഴിക്കും അറിയാണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, അവിടുത്തെ സർക്കാർ ചിലപ്പോ UP സർക്കാരും ഈ നന്നമ്പ്രത്തിന് കേരള സർക്കാരാവുന്നതായിരുന്നു. അങ്ങനെയാണല്ലോ. കാരണം എന്താ വെച്ചാൽ അവർക്ക് പദ്ധതി കിട്ടി പൈസ കിട്ടുന്നുണ്ട്, നന്നമ്പ്രക്ക് മാത്രം കിട്ടുന്നില്ല. അപ്പൊ ആ രൂപത്തിലേക്ക് ഈ ഇവിടുത്തെ ഭരണ പരാജയം അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് MLA-യും അതുപോലെ തന്നെ മെമ്പർമാരും ഒക്കെ ഈ ഇവിടുത്തെ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കെ ബാലൻ സ്വാഗതവും കെ പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.